പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇന്നത്തെ കഥ എന്താന്ന് വെച്ചാൽ, ഐ തിങ്ക് മേ ബി ദിസ് ഈസ് അവർ ലാസ്റ്റ് എൻഡിങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കേദർഗന്ധ ബേസ് ക്യാമ്പിൽ പോകുന്നു, അവിടുന്ന് മല കയറുന്നു, തിരിച്ചിറങ്ങുന്നു. ഓക്കെ, അതായിരിക്കും കഥ. ഓക്കെ, പിന്നെ ഈ പ്രോപ്പറായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ അതന്നെ. പിന്നെ ഇതിന്റെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, പ്രതീക്ഷിക്കാണ്ടായിരിക്കും ആ വ്ളോഗ് വരിക. സോ നമ്മൾക്ക് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ബൈ. അപ്പോൾ അസ്സലാമു അലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ ജൂട്ട്ക തലാബിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാനും നമ്മുടെ അസി ബ്രോവും പാടെയാണ് നമ്മൾ ഇരിക്കുന്നത്. സോ എല്ലാം ഇനി റെഡിയാവാൻ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഞങ്ങൾ ഓൾറെഡി റെഡിയായിട്ട് സെറ്റായിട്ട് ഒരു ഭാഗത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തായിരിക്കും, ഇനി എന്ത് ഡിഫിക്കൽട്ടായിരിക്കും, ഈ ട്രക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങളും ഫുള്ളായിരുന്നു. അല്ലാണ്ട് വേറെ കുടുംബകാര്യങ്ങളും അങ്ങനെ സംസാരിക്കാറില്ല. സോ സംസാരിച്ച് ഓൺലി ഫോർ വാട്ട് നെക്സ്റ്റ് ഇൻ ട്രക്കിങ്, അത് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. സോ ഒരു കാരണം വെച്ചാൽ പറയുകയാണെങ്കിൽ അധികം സാധനങ്ങൾ എനിക്ക് എടുക്കാൻ വേണ്ടി വന്നില്ല. ഓക്കെ, ആ ബാഗ് ഉണ്ടല്ലേ, അതിൽ കുറച്ച് സൺസ്ക്രീൻസ്, പിന്നെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ചാർജർ, പവർ ബാങ്ക്, പവർ ബാങ്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളൂ. സോ വേറെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ രണ്ടാമത്തെ ദിവസം. സോ നമ്മൾ ജൂട്ട്ക തലാബ് ലേക്കിലേക്കാണ് പോകുന്നത്. ജൂട്ട്ക തലാബ് ലേക്കിൽ നിന്ന് കേദർഗന്ധയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ കേദർഗന്ധ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയായിരിക്കും കേദർഗന്ധ എങ്ങനെയാണോ എന്ന് ചോദിക്കണ ഒരു മൂഡിലേക്ക് നിങ്ങൾ വരും. സോ ഇപ്പം ഒന്ന് പറയുകയാണെങ്കിൽ ഒരു ഐറ്റം വരുന്നുണ്ട്, ഹക്ക്. ഓക്കെ, ഈ ഹക്ക് രാവിലെ തന്നെ കുർക്കുറെ പിടിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, രാവിലെ തന്നെ മോർണിംഗ് കുർക്കുറെ കഴിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ബ്രോ, ഞാൻ ആദ്യം പറഞ്ഞു രാവിലെ കുർക്കുറെ കഴിച്ചാൽ ഭയങ്കര സീനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ രാവിലെ ഒഴിവാക്കുക. അതായിരുന്നു പറഞ്ഞത്. രാവിലെ തന്നെ എന്തിനാണ് ബ്രോ കുർക്കുറയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പറയായിരുന്നു. സോ ഞാനും കഴിച്ചില്ല, ആസിയും കഴിച്ചില്ല. സോ അതന്നെ അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ ഈ ഇടയിൽ ഈ വരുന്നത് പരമാവധി ഞാൻ ഒഴിവാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ വോയിസ് ഓവറല്ലേ, ഇനി അടുത്ത വീഡിയോസിലൊക്കെ വോയിസ് ഓവർ തന്നെ, അടുത്ത വീഡിയോ വോയിസ് ഓവറിൽ തന്നെയാണ് വരിക. ഓക്കെ, പരമാവധി നമ്മൾ വോയിസ് ഓവർ ഇല്ലാണ്ട് നോക്കും. പക്ഷേ ചില ഈ വോയിസിലൊക്കെ എന്താ വെച്ചാൽ നല്ല കാറ്റടിച്ചിട്ട് ആകെ സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇടാത്തത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അസിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അസിൻ്റെ നോക്കി അസി ഹക്കിൻ്റെ സംസാരിച്ചിട്ട് ഹക്ക് ഓരോന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ മെയിൻ ഹക്കായിരുന്നു അവൻ്റെ ഗാങ്ങിൽ. പറഞ്ഞ അന്ന് തുടങ്ങിയാണ്. പിന്നെ സീനാണ്. എന്ന് ഉദ്ദേശിച്ചത് കളിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക, അതുതന്നെയാണ്. ഓക്കെ, സോ പിന്നീട് ചിലപ്പോൾ ഞാനാവും, ചിലപ്പോൾ റാഫിയാവും, ഓരോരുത്തരും ഓരോന്നാവും. അതുതന്നെ അതാ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാൻ റെഡി ആയിരിക്കുകയാണ്. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ വിളിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണീച്ചു പോയി. എല്ലാവരും ഇനിയും 2-3 പേര് റെഡി ആവാണ്ട്. ടേക്ക് യുവർ ലൈൻ ബ്രോ.
എല്ലാരും ബെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാല്ലേ? എല്ലാരും വന്നിട്ട് ഷൂട്ട് ചെയ്യാല്ലേ? എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. അവിടെ ട്രൈ ചെയ്യാൻ ചെറിയ പൈസ വലിയ വലിയ മലകൾ കേറുന്ന ഹരി ഒന്നാണ് ആലപ്പുഴ ടീംസ്. എല്ലാം റെഡി ആയില്ലേ? ലാഗിന്റെ ഒക്കെ കഴിഞ്ഞല്ലോ എല്ലാ പരിപാടികളും. നീ കയറിക്കൂടെ? ഒരു മെല്ലെ എന്താ അവർ പറഞ്ഞില്ല കലാപം ഉണ്ടാവൂടാ. നിങ്ങൾ വാ ടീം ലാൽസലാം കലാപം ഉണ്ടാക്കട്ടെ കേട്ടോ. ലാഗ് ആക്കാൻ നിൽക്കരുതേ. എക്സൈറ്റഡ് എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റഹീലിൻ്റെ ജീവിതത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് മൂപ്പറിൻ്റെ ഈ വർഷത്തെ 2026 ആദ്യത്തെ ട്രക്കിംഗ് ഗ്യാങ് ആണ്. സോ അച്ഛ ഗൈഡ് പറഞ്ഞ പോലെ അച്ഛ ഗൈഡ് ആണ്. ഓക്കെ, അപ്പോൾ റഹീൽ ബ്രോ അമേസിങ് ആണ്. എല്ലാവരും അടിപൊളി ഗൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ റഹീൽ ബ്രോ, താങ്ക്സ് ഫോർ ലോട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ ദ എൻ്റർടൈൻമെൻറ്റ്. ഇത് കാണണമെങ്കിൽ അടിയിലൊരു താപ്സപ്പ് ഇടുക. ഓക്കെ, അത് അത്രേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ എല്ലാതും കൊണ്ടും ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമ്മുടെ ചങ്ങായി എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ പകർത്തും. ഓക്കെ, ഈ വീഡിയോയിൽ ക്ലിയർ ഇല്ലാത്തത് മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ സോറി ഫോർ ദാറ്റ്. ആരും വീഡിയോ ക്ലിയർ ഇല്ല പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. അതുതന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ക്ലിയർ ഇല്ല പറഞ്ഞിട്ട് പറഞ്ഞ് വരരുത് ലാസ്റ്റ് വീഡിയോ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇങ്ങനെയായിപ്പോയി. സോ ക്ഷമിക്കുക. പിന്നെ ഒരു കാരണം വെച്ചാൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ടി. ഓക്കെ, എനിക്കൊക്കെ ആണെങ്കിൽ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഏറെക്കുറെ ആൽറ്റിറ്റ്യൂഡ് അറിയാമല്ലോ, മേലെ കയറുമ്പോൾ ഓക്സിജൻ ലെവലിൽ കുറവാണതുകൊണ്ട് എനിക്ക് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് ആ കഥയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ജുട്ക തലാബ് ലേക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. ഈ മല കയറണം, ആ കണ്ട മല, അയ്യോ അത് സീനായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി. അതിന് ശേഷം ജുട്ക തലാബ് ലേക്കിലേക്ക് എത്തി. സോ അങ്ങനെ ലേക്കിൽ അങ്ങനെയൊന്നും കാണാൻ ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ആ ലേക്കിനോടൊന്ന് പോയത്. ലേക്ക് കാണാനൊന്നുമില്ല എന്ന് ഉദ്ദേശിച്ചത് എന്താ പറയുക, ഫ്രീസ് ആയിക്കുകയാണ് ലൈക്ക്. ഓക്കെ, ലൈക്ക് ഫ്രീസ് ആയിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കാൽ ചൂണ്ടിയാൽ കാലുള്ളിലേക്ക് പോകും. അതേപോലെ ഒരു പ്രതിഭാസമായിരുന്നു ആ ലേക്കിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഇടയിൽ വരുന്നത് ഒന്ന് ക്ഷമിക്കണം. പരമാവധി ഞാൻ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഹക്കൊക്കെ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഹെൽപ്പിംഗ് മൈൻഡുള്ള ഒരാളായിരുന്നു ഹക്ക്. പെട്ടെന്ന് വെള്ളം ആർക്കെങ്കിലും വേണം വെച്ചാൽ പെട്ടെന്ന് വെള്ളം കൊടുക്കാൻ മിടുക്കനായിരുന്നു. സോ എല്ലാവരും മിടുക്കനായിരുന്നു. മിടുക്കികളും മിടുക്കന്മാരുമായിരുന്നു. ഓക്കെ, കുറേ മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അതാണ് നമ്മുടെ പിള്ളേർ, നമ്മുടെ ഗൈഡ് പിള്ളേരാണ്. സാറ ഔട്ട്ഡോഴ്സിൻ്റെ ഗൈഡ് പിള്ളേരാണ്. ഫൈനലി നമ്മൾ ജുട്ക തലാബിൽ റീച്ചായിരിക്കുകയാണ്. സോ
എന്തുകൊണ്ടും ഈ ട്രിപ്പ് നമുക്ക് അമേസിങ് ആക്കി തന്ന ഗൈഡ് ബ്രോക്ക് വലിയ നന്ദിയുണ്ട്. സോ അതാ ലേക്ക്, നമ്മൾ കാണുന്ന ലേക്കാണത്. സോ ബ്ലാക്ക് കളറായിരുന്നു ആ ലേക്കിനുള്ളത്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോസും കാര്യങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചു. ഫൈനലി നമ്മൾ കേദർ കന്ദ ബേസ് ക്യാമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞാൽ വെച്ചാൽ അടിപൊളിയായിരുന്നു. ഫൈനലി ഇവിടെ റീച്ചായ ഉടനെ നമ്മൾ വന്ന് ബാഗൊക്കെ എല്ലാം സെറ്റിൽ ചെയ്ത് ഫൈനലി നമ്മൾ സെറ്റായിട്ട് ബാഗൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബാച്ച് വണ്ടർഫുൾ, അമേസിങ്, അടിപൊളി പിള്ളേരായിരുന്നു എല്ലാതും. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാനുള്ളൂ. കുറേ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഓരോരുത്തരുടെ എന്താ പറയുക കാഴ്ചപ്പാടും ഓരോരുത്തരുടെ കാട്ടിക്കൂട്ടലും പിന്നെ ഓരോരുത്തരുടെ സംസാരിക്കുന്ന ഭാഷകളും ഇറ്റ്സ് വാസ് അമേസിങ്. ഓക്കെ, എല്ലാവരും അടിപൊളി, ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഓരോ ആൾക്കാരും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ വെച്ചാൽ അത്രയും ആൾക്കാരുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ആ പേരും കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാത്തത്. അങ്ങനെയാണ്. പിന്നെ ഒരാളെ പറഞ്ഞാൽ മറ്റൊരാൾക്ക് സങ്കടം വരില്ല. സോ അതുകൊണ്ടാണ് ഓരോ പേര് ഞാൻ പറയാത്തത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. സോ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എനിക്ക് ഈ കേദർകന്ദ ബേസ് ക്യാമ്പിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടൊരു, പിന്നെ എൻ്റെ സോൾ അവിടെ ഉള്ളത്. അങ്ങനെ അവിടെ ചെക്കന്മാരൊപ്പം കളിച്ച് രാത്രിയായതൊന്നും അറിഞ്ഞില്ല. ലാസ്റ്റ് നമ്മൾ രാത്രിയായിട്ട് പെട്ടെന്ന് ന്യൂ ഇയറാണ് ആ ദിവസം. ഓക്കെ, അപ്പോൾ ന്യൂ ഇയറൊക്കെ എൻജോയ് ചെയ്യണമെന്ന് നിങ്ങൾ കാണും, കണ്ട് രസിക്കൂ. അടിപൊളിയാണത്. എന്തായാലും അത് കണ്ടിട്ട് വരൂ. സോ ഇത് ഒരു കാരണം വെച്ചാൽ നമ്മൾ ന്യൂ ഇയർ ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു. കുറേ നേരം ഇരുന്നു. പെട്ടെന്ന് പാവും വേണ്ടാല്, പക്ഷേ പാവും പറഞ്ഞാൽ പാവില്ല. കുറേ ടൈം പിടിച്ചു. വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സെക്ഷനിലേക്ക് ഇപ്പോൾ തന്നെ പോവും. അന്ന് രാത്രി തന്നെ നമ്മൾ 2 മണിയായി തോന്നുന്നു ട്രക്കിംഗ് കയറാൻ പോവാണ് കേദർകന്ദ സബ്മിറ്റിലേക്ക്. സോ അപ്പോൾ പോയതിന് ശേഷം എനിക്കൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സബ്മിറ്റ് റീച്ച് ആവാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടായിരുന്നു. സോ അടിയത്തൊരു മലയിലായിരുന്നു ഇന്ന് സൺസെറ്റ് കണ്ടത്. സോ ഇതൊക്കെ വേറൊരു ഫ്രണ്ട് നമുക്ക് എടുത്തുതന്ന ഷോട്ട്സാണ്. സോ നിങ്ങൾ കാണുന്നില്ല, അടിപൊളി വ്യൂസ് ആയിരുന്നു. എനിക്ക് കയറാൻ പറ്റാത്തതിൽ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പ്രശ്നമില്ല, പക്ഷേ ഞാനത് അങ്ങനെ ആയിട്ടെടുത്തില്ല. സോ ഐ ലൈക്ക് ദറ്റ് വ്യൂസ്. പക്ഷേ എനിക്കും ഇതേപോലത്തെ ഒരു വ്യൂ തന്നെയാണ് കിട്ടിയത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. സോ അവിടെ നമ്മൾ പിന്നെ ഇറങ്ങി കേദർകന്ദ ബേസ് ക്യാമ്പിലെത്തി പിന്നെയും. സോ അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. 2 മണി 3 മണി എണീച്ചിട്ട് പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വന്നത്. നമുക്ക് സ്ലീപ്പും കാര്യങ്ങളും ആകെ 2 hours എന്തോ കിട്ടിയിട്ടില്ല തോന്നുന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല ടൈമുണ്ടായിരുന്നു, പക്ഷെ ആരും അതിനുവേണ്ടി നിന്നില്ല. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. സോ പിന്നൊരു കഥ പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.
പിന്നെ നമുക്ക് മഞ്ഞും കാര്യങ്ങളും കിട്ടി. ജൂട്ട് കാ തലാബിലേക്ക് ഇറങ്ങി ഞങ്ങൾ. പിന്നെയും തിരിച്ച് അടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ മഞ്ഞ് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞ് കിട്ടുകയാണ്. സോ അതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞും കൊണ്ട് കളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അടുത്ത ഇൻട്രോയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്, ആ ഒരു സ്റ്റോറി പറയുന്നതാണ്. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ആ വീഡിയോ അത് ഞാൻ പറയുന്നതാണ്. അത് നിങ്ങൾ എന്തായാലും അത് വാച്ച് ചെയ്യണം. സോ എന്തായാലും ഇത് കണ്ടിട്ട് വരൂ, മണ്ണിൽ കളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഒരു അടിപൊളി സംഭവം കേദർഗന്ധിയിൽ. രാവിലെ എണീച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടൻ വന്നിട്ട് മഞ്ഞിൽ കളി മഞ്ഞ് വേണ്ടി ചാടിയിട്ട് വരികയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. സൂം ചെയ്യണം എങ്ങനെ മച്ചാ? നമുക്ക് ലവ്വിന്റെ ആവശ്യമില്ല. ഹിമാചലിൻ ഹിമാലയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതര പക്ഷിയാണ്. ഫട്ടാഫട്ട് എന്താണ് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ? പാക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അതാ ചങ്ങായി കൊണ്ടിട്ടാടാ. ഓക്കെ, ഈ ലാസ്റ്റ് സന്ദർഭത്തിൽ ലാസ്റ്റ് ചക്കിങ്ങിൽ എന്താണ് ബ്രോക്ക് പറയാനുള്ളത്? കേൾക്കണം. ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആമസോൺ What bro? So snow. Mine bro, how are you? I'm fine bro. How are you? സുഖല്ലേ? മറ്റേ രണ്ട് 6 ദിവസം നിന്നിട്ടുള്ളൂ. മറ്റേ ഹിന്ദി അടിച്ച്. Not feeling cold, no? Not feeling. Show me. Lastly. Now it's feeling very cold. Why flash on? Kai spring out. I don't know. Kai spring out. Jad choodattu. Ingana idile. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മല ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ട്രെക്കിങ് അങ്ങനെ ഫൈനലി എൻഡ് ആകുമ്പോഴാണ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ഒരു വ്ളോഗും കൂടിയും ബാക്കിയുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, യു ആർ സീയിങ് ദീസ് ഷോർട്സ്. ഇറങ്ങിക്കൊണ്ട് തന്നെ നമ്മൾ മണ്ണിലും കളിച്ച് അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ അടിയിലേക്ക് മൂവ് ആവുകയാണ്. സോ ആയിക്കോട്ടെ, അടിപൊളി വിഷ്വൽ. സോ അത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നമുക്ക് അസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇതൊക്കെ കാണാത്ത ആൾക്കാർ നിങ്ങൾ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? മഞ്ഞ് കാണുക തന്നെ വേണം. കാണാത്തവരോട് പറയണത് മഞ്ഞ് കാണുക തന്നെ വേണം. സോ ഞങ്ങൾ വിചാരിച്ചു മഞ്ഞ് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഒപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ജൂട്ട് കാ തലാബിൽ നിന്ന് കേദർഗന്ധ ബേസ് ക്യാമ്പിൽ നിന്ന് ഡയറക്റ്റ് അവർ സാങ്ഗ്രിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. സോ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടിയില്ല, മഞ്ഞ് കിട്ടിയില്ല. ഓക്കെ, ഞങ്ങൾ കുറേ
കുറേ നേരം രാത്രി ഇരുന്നു, മഞ്ഞ് വരും കണ്ട് വെയിറ്റ് ചെയ്തു, മഞ്ഞ് പെയ്യുമെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തു. സോ മഞ്ഞ് പെയ്തില്ല. എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു മഞ്ഞ് പെയ്താൽ മതിയായിരുന്നു എന്ന്. തണുപ്പത് കുറേ നേരം ഞാൻ രാത്രി ഇരുന്നുണ്ടായിരുന്നു. സോ കിട്ടിയില്ല. നമ്മളും കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ രാത്രി, പക്ഷേ കിട്ടാത്തതുകൊണ്ട് രാവിലെ മോർണിംഗ് എണീച്ചപ്പോൾ മഞ്ഞ് പെയ്തു. അതൊരു പെയിലായിരുന്നു, പ്രതീക്ഷിക്കാത്തൊരു മഞ്ഞ് പെയിലായിരുന്നു. ഓൾ ആർ ഹാപ്പി. ആരോ കൊണ്ട് തന്ന പോലെ. ഓക്കെ, പിന്നെ അടിയിലേക്ക് ഇറങ്ങും തോറും മഞ്ഞ് കമ്മിയായിട്ട് വരികയായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു. മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തന്നെ മേലെ കയറാൻ. ഭാഗ്യത്തിന് അത് കിട്ടിയില്ല. ഓക്കെ, പക്ഷെ മൈനസ് ഉണ്ടായിരുന്നു കേട്ടോ. മൈനസ് റേഞ്ചിലായിരുന്നു. നമ്മൾ തണുത്ത് വിറച്ചിട്ടായിരുന്നു മേലേക്ക് കേദർഗന്ധൊക്കെ അവിടെയൊക്കെ ഇരുന്നത്. സോ അതന്നെ ഒരു മെയിൻ റീസൺ ആയിരുന്നു ഡിഫിക്കൽട്ട്. ഞാൻ കയറിയില്ല, അത് വേറെ കാര്യം. അതിന് ലോങ് സ്റ്റോറി ഉണ്ട്, അടുത്തതിൽ ഞാനത് പറയാം. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു കയറാൻ പറ്റില്ല എന്നുള്ളൊരു കഥ ഫുള്ളായിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ അതെനിക്ക് പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ഓൾ ഓഫ് യു. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ മണ്ടയ്ക്ക് കുട്ടുണ്ടാൻ. ഓക്കെ, ബൈ.